ഹലോ! എന്തൊരു മഴയാണല്ലേ! അതേപോലെ തന്നെയായിരിക്കില്ലേ നല്ല വിശപ്പുണ്ടാവുമല്ലേ! അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമുക്കൊരു അടിപൊളി കപ്പ ബിരിയാണി തയ്യാറാക്കാമല്ലോ. അപ്പോൾ ദാ നമുക്ക് എവിടുന്നൊക്കെയോ കപ്പ ഞാൻ തപ്പി പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ദാ ഞാനൊന്ന് ബീഫൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഞാനതൊരു കുക്കറിലേക്ക് നമ്മുടെ കുറച്ച് ഉള്ളിയും തക്കാളിയും അതിലേക്ക് ബീഫും കൂടി കൂട്ടി കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കൂട്ടി ഇതേപോലെ കുഴച്ചു. ഇനി ഞാനതൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാണ് കേട്ടോ. ഒരു 4 വിസിൽ വരുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഒരു പ്രത്യേക വെള്ളം വരും കേട്ടോ. അപ്പോൾ ദാ ഇനി നമ്മുടെ താരം ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഇത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു കപ്പയും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇതിൽ കുറച്ച് മിക്സും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനേക്കായിട്ട് ഞാനിതാ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് അടച്ചു വെക്കാൻ കേട്ടോ. ഇനി ഇതിൽ കുറച്ച് വെള്ളം ചേർക്കണേ, അല്ലെങ്കിൽ ആളങ്ങ് അടുക്കി പിടിക്കും. അപ്പോൾ ഞാനിത് ഇതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് അടുക്കിയൊന്നും പിടിച്ചിട്ടില്ല. ഏകദേശം ഒരു 4 വിസിൽ വരുന്ന സമയത്ത് ഞാനിത് എല്ലാം കൂടി ഉടച്ചിരിക്കുന്നു കേട്ടോ. ഇതിലെ കപ്പയൊക്കെ ഉടച്ചിട്ടുണ്ട്, അടിയൊന്നും പിടിച്ചിട്ടില്ല. ഇനി ഇതൊന്ന് വറവിട്ട് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. കുറച്ച് ചെറിയുള്ളി അതിലേക്ക് കുറച്ച് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഈ കപ്പയിൽ ഉപ്പുണ്ടോ എന്ന് ഇടയ്ക്ക് നോക്കണം. ഇതിൽ കുറച്ച് ഉപ്പില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വറ്റൽമുളകും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കറണ്ട് പോയി. പക്ഷേ എൻ്റെ ഈ വറവൊക്കെ ചേർത്തപ്പോൾ തന്നെ ഇവിടുത്തെ കറണ്ട് വരാൻ പോലും എനിക്ക് നേരമില്ല ഗായ്സ്. അപ്പം ഈ ഒരു കപ്പയൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. തീർച്ചയായിട്ടും ഈ ഒരു മഴക്കാലത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ മഴ, കപ്പ ബിരിയാണി, കട്ടൻ ചായ. ഓക്കെ, ബായ്.